ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണല്ലോ. അപ്പൊ ഇന്ന് ഞാൻ ചെറിയൊരു വിശേഷൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം കണ്ണൂരാണ് ഞാനിപ്പോ ക്ലാസ്സിന് പോകുന്നത്. അപ്പൊ അവിടെ എന്താ പറയാ ചെറിയൊരു ഇഫ്താർ പാർട്ടി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ചെറിയ വിശേഷം വലിയ രീതിയിലൊന്നുമില്ല, ചെറുതായിട്ടൊരു ഇഫ്താർ പാർട്ടി നടക്കുന്നുണ്ട്. അപ്പൊ ഇന്നാണെങ്കിൽ ക്ലാസ്സും ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും അവിടെ നിന്ന് നോമ്പുറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം വീട്ടിലോട്ടേക്ക് വരാന്നൊക്കെ കരുതി. രാവിലെ ക്ലാസ് ഉണ്ടാവാറുണ്ട്, ഉച്ചയ്ക്കും ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇന്ന് ഉച്ചക്കായിരുന്നു. അങ്ങനെ ഒരു 3/4 മണിക്കൂറത്തെ ഓട്ടത്തിന് ശേഷം ഇപ്പൊ കണ്ണൂർ എത്തിയിട്ടാണ് ഉള്ളത്. അപ്പൊ കണ്ണൂര് ബസ് സ്റ്റാൻഡിലല്ല ഇറങ്ങാറുള്ളത്, കാൽടെക്സിലാണ് ഇറങ്ങല്. അങ്ങനെ കാൽടെക്സിൽ ഇറങ്ങിയിട്ട് തന്നെ പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുള്ളൂ. പിന്നെ അവിടെ കയറുമ്പോൾ തന്നെ നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കോഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് സമയം എഴുതിയിട്ട് ആണ് ക്ലാസ്സിലേക്ക് കയറേണ്ടത്. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇറങ്ങുന്ന ടൈമും കൂടി അവിടെ എഴുതി വെക്കേണ്ടതുണ്ട്. അങ്ങനെ അതൊക്കെ എഴുതിയതിനു ശേഷം നേരെ നമ്മൾ ക്ലാസ്സിലോട്ടേക്ക് പോയി. അതിനിടെ വന്ന് കമ്പ്യൂട്ടറൊക്കെ ഓണാക്കി എന്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ഉണ്ടായിരുന്നു. നമുക്കിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ അതിന്റെ എന്താ പറയാ കുറച്ച് വർക്ക് ചെയ്യും അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒന്ന് തന്നതായിരുന്നത്. അപ്പം ഇന്നലെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അതിൻ്റെതുള്ള കുറച്ച് ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പൊ ഇന്നലെ അത്രേ ടൈം എടുത്തുള്ളൂ. അതുകൊണ്ട് ടൈപ്പിംഗ് ഒക്കെ ഇന്നത്തേക്ക് മാറ്റി വയ്ക്കുക ചെയ്തത്. ഇനിയിപ്പോ അതൊക്കെ ഒന്ന് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 3 മണി മുതൽ 5 മണി വരെയാണ്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് 2 മണിക്കൂർ വരെ ക്ലാസ് ഉള്ളൂ. അതിനുശേഷമാണ് ഇപ്പൊ ഇഫ്താർ പാർട്ടി വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു നോമ്പ് തുറ മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. ആദ്യം ഞാൻ വരുന്നില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ചു ജസ്റ്റ് നമ്മ ഒന്ന് കൂടിയിട്ട് വരാം. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ് ഉള്ളത്. അപ്പൊ രണ്ടാമത് പോയിട്ട് വരേണ്ട ആ ഒന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. വന്നിട്ട് അവിടെ കുറച്ച് മടി ഇരുന്നാൽ മതി. പിന്നെ നോമ്പൊറിക്കേണ്ട ടൈം ആവുമല്ലോ. സാധാരണ ഞാൻ 6 മണിക്കാണ് വീട്ടിലെത്താറുള്ളത്. പിന്നെ വിചാരിച്ചു ഏതായാലും ഇരിക്കാം, ഇരുന്നിട്ടാകുമ്പോൾ നമുക്ക് എന്താ ജസ്റ്റ് ഒരു നോമ്പ് തുറന്ന് കൂടാ, ഇങ്ങനെയൊക്കെയല്ലേ. ഏഹ് അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കൂടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത് അവിടെ. അങ്ങനെ പിന്നെ ഇഫ്താർ പാർട്ടി കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് ഇറങ്ങേണ്ടതുണ്ട്. കാരണം ഇവിടുന്ന് ബസ് കിട്ടുമോ, എത്ര മണിക്കാണ് ബസ്സൊക്കെ അങ്ങോട്ടേക്ക് ഉള്ളതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, നോമ്പൊക്കെ മുറിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാനാണ് ഫസ്റ്റ് ഇവിടുന്ന് ഇറങ്ങിയത് കേട്ടാ. അധികം ലേറ്റ് ആവാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 8:50 8:55 ആകുമ്പോഴത്തേക്കാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 7 മണിക്ക് ഇവിടുന്ന് കയറി കഴിഞ്ഞാലേ എനിക്ക് എന്തേലും 8 മണി ആകുന്നതിനുള്ളിൽ എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വേഗം അവിടുന്ന് ഇറങ്ങി. പിന്നെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കണ്ണൂരൊക്കെ വരാറുണ്ട് രാവിലെയൊക്കെ. പക്ഷെ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ബസ് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒറ്റയ്ക്ക് പോകുന്നതിന്റെ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞാൻ അവിടെ പോലീസ് മൈതാനത്തു നിന്നാണ് കയറേണ്ടത് ബസ്. അപ്പോ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയ ഉടനെ എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് കൃത്യം 7 മണിക്ക് തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വീട്ടിലോട്ടേക്ക് എത്താനും പറ്റി. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ.